നമസ്കാരം. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. വ്യത്യസ്തമായ മേഖലയിലുള്ളവർക്കുള്ള ഒരുപിടി തൊഴിൽ അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. കൂടുതലും ഫ്രഷേഴ്സിനുള്ള അവസരങ്ങൾ. വ്യത്യസ്തമായ മേഖല എന്ന് പറയുമ്പോൾ മൈജിയിലേക്ക് ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ വരും ദിവസങ്ങളിൽ നടപ്പുണ്ട്. ഏതാണ്ട് 1000-ഓളം ഒഴിവുകളാണ് മൈജി ഓഫർ ചെയ്യുന്നത്. അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗുകാർക്ക്, പ്രത്യേകിച്ച് ഈ കോർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കല്, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കല്, ഇങ്ങനെയൊക്കെ ഉള്ളവർക്കുള്ള ചില അവസരങ്ങൾ. ഇങ്ങനെയുള്ളവർ ഈ എഞ്ചിനീയറിംഗിൽ തന്നെ കോർ എഞ്ചിനീയറിംഗുകാർക്ക് ഊളാറുങ്കൽ സൊസൈറ്റിയിൽ ഏതാണ്ട് 75-ഓളം ഒഴിവുകൾ ലഭ്യമാണ്. ആ കാര്യങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഏതാണ്ട് 100-ലധികം ഒഴിവുകളിലേക്കുള്ള ഒരു വിദേശ റിക്രൂട്ട്മെന്റ്. അതല്ലെങ്കിൽ IT മേഖലയിലെ അവസരങ്ങൾ, ഇൻഫോ പാർക്കിലേക്ക് നടക്കുന്ന ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂവിന്റെ ഡീറ്റെയിൽസ്, ഇതൊന്നും അല്ലെങ്കിൽ ബാങ്കുകളിൽ ഏതാണ്ട് 20-ഓളം തസ്തികകളിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ, ഇങ്ങനെ വിവിധ അവസരങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യത്തെ അവസരം മൈജിയിലാണ്. മൈജി സെയിൽസ് സൂപ്പർ സ്റ്റാർ എന്ന പേരിൽ ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 1000-ലധികം ഒഴിവുകളിലേക്കാണ് ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. 3 ലൊക്കേഷനിൽ വെച്ചിട്ടാണ് വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത്. ഒന്ന് കാലിക്കറ്റ് ടവർ, ഇത് കോഴിക്കോട് മാവൂർ റോഡിലുള്ള. മറ്റൊരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ജിഞ്ചർ ഹോട്ടൽ, MG റോഡ്, കൊച്ചി. മൂന്നാമത്തെ ലൊക്കേഷൻ നാനി ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്, കൊല്ലം. അപ്പൊ ഈ ലൊക്കേഷനിൽ വെച്ചിട്ട് ഈ വരുന്ന ഞായറാഴ്ച, അതായത് 30-ാം തീയതിയാണ് ഈ സെയിൽസ് സൂപ്പർ സ്റ്റാർ എന്ന ഈ ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവ് മൈജി സംഘടിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ എലിജിബിലിറ്റി ഇവർ സൂചിപ്പിച്ചിരിക്കുന്നത് 35 വയസ്സിൽ താഴെ പ്രായമുള്ള, മിനിമം +2 എങ്കിലും ഉള്ളവർക്ക് ഈ വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ മൈജിയിലെ ഏതാണ്ട് 1000-ലധികം ഒഴിവുകളിലേക്ക്, പ്രത്യേകിച്ച് ഈ സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒഴിവുകളിലേക്ക്, ഷോറൂം സെയിൽസ് ഒക്കെയുള്ള ഒഴിവുകളിലേക്കായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെന്റ്. മൈജിയുടെ പുതിയതായിട്ട് വരുന്ന ഷോറൂമുകളിലേക്ക്, അല്ലെ എക്സിസ്റ്റിംഗ് ഷോറൂമുകളിലൊക്കെ ആയിരിക്കും അവസരം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നവര് jobsbridge.com എന്ന നമ്മുടെ സൈറ്റിൽ പോയിട്ട് മൈജി എന്ന് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാനായിട്ട്. ഇത് നമുക്ക് അടുത്ത അവസരം ഒന്ന് പരിശോധിക്കാം. അടുത്ത അവസരം സെർകോം എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിലാണ്. ഈ സെർകോം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു തായ്വാൻ കമ്പനിയാണ്, ഒരു വലിയ കമ്പനിയാണ്. വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തനങ്ങളുള്ള, ഇന്ത്യയിലുമൊക്കെ ഇവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പ്രവർത്തനങ്ങളൊക്കെ ഉള്ള ഒരു കമ്പനിയാണ് സെർകോം എന്നുള്ളത്. നമ്മുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ തമിഴ്നാട് കാഞ്ചീപുരത്താണ് നടക്കുന്നത്. അപ്പൊ ഈ കാഞ്ചീപുരം ജില്ലയിലുള്ള ഈ സെർകോമിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഫ്രഷേഴ്സ് എഞ്ചിനീയേഴ്സിനുള്ള അവസരമാണ്. ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ട്രെയിനി എന്ന തസ്തികയിലേക്കായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെന്റ്. ബിടെക്കുകാര്, അത് ഇലക്ട്രിക്കല്, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കലുകാര്, അത് 2023-ൽ പാസ് ഔട്ട് ആയിട്ടുള്ളവരും 2024-ൽ പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കും ഒക്കെ ഈ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. ഇതിന്റെ പേ പാക്കേജ് 2.75 lakh പെർ ആനം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു അവസരം സെർകോമിൽ ലഭ്യമായിരിക്കുന്ന ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ താല്പര്യപ്പെടുന്നവരെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ പോയി കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഓർക്കുക, ഈ എഞ്ചിനീയേഴ്സിന് തന്നെ, പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലുകാർക്കും ഒക്കെ മറ്റു ചില അവസരങ്ങൾ കൂടിയുണ്ട്. അതും ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത അവസരം ഒന്ന് മനസ്സിലാക്കാം. ഇത് IT മേഖലയിലെ ഒരു അവസരമാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് സൈബർ പാർക്കിൽ ലഭ്യമായിരിക്കുന്ന ഒരു അവസരം. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരെയും റീറ്റെയിൽ ക്ലൗഡ് എന്ന് പറഞ്ഞ കമ്പനി ഹയർ ചെയ്യുന്നുണ്ട്. അതിൽ കാണാൻ നിങ്ങൾക്കാണെങ്കിൽ ജൂനിയർ QA എഞ്ചിനീയർ, അത് ഫ്രഷേഴ്സിനും 1 ഇയറിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. ജൂനിയർ ഡെവോപ്സ് എഞ്ചിനീയർ ആയിട്ടും ഫ്രഷേഴ്സിനും 1 ഇയറിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം. സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ബാക്ക് എൻഡ് ജാവ ഉപയോഗിച്ച്, അതിലേക്ക് 2+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും അവസരമുള്ളത്. ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആംഗുലറിലേക്ക് 1 to 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും, മൊബൈൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആൻഡ്രോയിഡ് 2 to 4 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം. ജൂനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ബാക്ക് എൻഡ് എന്ന തസ്തികയിലേക്ക് ഫ്രഷേഴ്സിനും 1 ഇയറിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം. ഇപ്പോൾ കോഴിക്കോട് സൈബർ പാർക്കിൽ ലഭ്യമായിരിക്കുന്ന ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ താല്പര്യപ്പെടുന്നവര് jobsbridge.com എന്ന നമ്മുടെ സൈറ്റിൽ പോയിട്ട് റീറ്റെയിൽ ക്ലൗഡ് എന്ന് സെർച്ച് ചെയ്തോ, വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തോ കാര്യങ്ങൾ മനസ്സിലാക്കി
അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇനി അടുത്ത അവസരം HTIC എന്ന കമ്പനിയിലേക്കാണ്. ഈ HTIC ഏതാണ്ട് 4ഓളം വിവിധ തസ്തികകളിലേക്ക് ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂ സംഘടിപ്പിക്കുന്നുണ്ട്. ട്രാവൽ സെയിൽസ് കൺസൾട്ടന്റ്, ട്രാവൽ ഓപ്പറേഷൻസ് കൺസൾട്ടന്റ്, ഇൻഷുറൻസ് സെയിൽസ് കൺസൾട്ടന്റ്, ഏവിയേഷൻ സെയിൽസ് കൺസൾട്ടന്റ്, ഈ 4 തസ്തികകളിലാണ് അവസരങ്ങളുള്ളത്. കൊച്ചി ഇൻഫോ പാർക്കിന്റെ ഫേസ് 2 ട്രാൻസേഷ്യ സൈബർ പാർക്കിലാണ് ഇവരുടെ പ്രവർത്തനങ്ങളുള്ളത്. അവിടേക്കുള്ള ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂ വരുന്ന 29-ാം തീയതി ശനിയാഴ്ച 9 മണിക്ക് 2 മണിക്കും ഇടയ്ക്കായിട്ട് നടക്കുന്നുണ്ട്. ഈ ഒരു ലൊക്കേഷനിലേക്ക് വാക്ക് ഇൻ ചെയ്തുകൊണ്ട് ഈ അവസരങ്ങളിലേക്ക് എത്താം. മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ഈ ട്രാവൽ അല്ലെ ഇൻഷുറൻസ് ഡൊമൈനിൽ അല്ലെങ്കിൽ B2B സെയിൽസിലൊക്കെ ഉള്ളവർക്ക് ഈ അവസരങ്ങളിലേക്ക് എത്താം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇംഗ്ലീഷിലൊക്കെ നല്ല കമ്മ്യൂണിക്കേഷൻ കാണണമെന്നും ഗ്രാജുവേറ്റ് വിത്ത് 50% സ്കോർ നേടിയിരിക്കണമെന്നും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുന്നവരെ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് സന്ദർശിക്കുക. ഇനി അടുത്ത അവസരം വിദേശ അവസരമാണ്. സൗദി അറേബ്യയിലേക്ക് വേണ്ടിയിട്ട് 100-ലധികം ഒഴിവുകളിലേക്ക് മാർക്ക് ആൻഡ് സേവ് എന്ന കമ്പനിയിലേക്ക് ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത് 2 ലൊക്കേഷനിൽ വെച്ചിട്ടാണ്. 29-ാം തീയതി ജൂൺ തിരൂർ വെച്ചിട്ടും 1-ാം തീയതി ജൂലൈ എറണാകുളത്ത് വെച്ചിട്ടുമായിരിക്കും വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുക. അപ്പോൾ അസിസ്റ്റന്റ് മാനേജർ, അതേപോലെ തന്നെ സെക്ഷൻ സൂപ്പർവൈസേഴ്സ്, ബൈയിങ് കോർഡിനേറ്റർ, കീ ഹോൾഡർ, അതേപോലെ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ, റിസീവർ, സെയിൽസ്മാൻ, ഇങ്ങനെയുള്ള തസ്തികകളിൽ ഒട്ടനവധി ആൾക്കാരെ 100-ലധികം ആൾക്കാരെയാണ് ഈ ഒരു റിക്രൂട്ട്മെന്റിലൂടെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എറണാകുളത്തും തിരൂരിൽ നടക്കുന്ന ഈ വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. ഇതിന്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി അടുത്ത അവസരം ഹയർ ട്രെയിൻ ആൻഡ് ഡിപ്ലോയ് അവസരമാണ്. HTD എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എഞ്ചിനീയേഴ്സിനുള്ള ഒരു അവസരമാണ്. ജൂനിയർ എഞ്ചിനീയർ എന്ന തസ്തികയിലേക്കാണ് ഈ ആദ്യം ഹയർ ചെയ്തിട്ട് ട്രെയിൻ ചെയ്ത് ജോലിയിലേക്ക് ഡിപ്ലോയ് ചെയ്യുന്ന ഈ ഒരു അവസരം. ഇത് ULCCS പ്രോജക്റ്റിലേക്കായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുക. ULCCS എന്ന് പറഞ്ഞാൽ ഈ ഊറാറുങ്കൽ സൊസൈറ്റിയുടെ പ്രോജക്റ്റുകളിലേക്ക്, നമ്മുടെ കേരളത്തിൽ ഒരു വലിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പാണല്ലോ ഇവര്. അതുകൊണ്ട് 75ഓളം പേരെയാണ് ഇവരെ ഹയർ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ എലിജിബിലിറ്റി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവരുടെ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷനിൽ ഡയറക്റ്റ് ആയി പോയി ഒന്ന് മനസ്സിലാക്കാം. 30-ാം തീയതി വരെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ ഡീറ്റെയിൽസ് ഞാൻ ആദ്യം സൂചിപ്പിക്കാം, എന്നിട്ട് ചില ബാങ്കിങ് അവസരങ്ങൾ കൂടി ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. ഈ DWMS പ്ലാറ്റ്ഫോമിൽ പോയാൽ ഈ ഒരു അവസരത്തിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ വന്നിട്ട് 3068-6 ഈ ഒരു ജോബ് കോഡ് വെച്ച് സെർച്ച് ചെയ്താൽ ഈ ഒരു അവസരം കാണാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ ഈ IIIC ഉണ്ട് ചവറ, അതിന്റെ സൈറ്റിൽ പോയാലും നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ നിന്നൊന്നും മനസ്സിലാക്കാം. ജൂനിയർ എഞ്ചിനീയർ എന്ന തസ്തികയിലായിരിക്കും അവസരങ്ങളുള്ളത്. പ്രതിമാസം 15,000 മുതൽ 25,000 രൂപ വരെ നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് ആയിട്ട് ലഭിക്കും. ഫ്രഷേഴ്സിനും അപേക്ഷിക്കുന്ന അവസരമാണ്. മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊക്കെ അവസരങ്ങളുണ്ട്. പ്രത്യേകിച്ച് സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിയാൻ പോകുന്നവർക്കുമാണ് അവസരം. എന്താ ഈ അവസരത്തിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. നമ്മുടെ കൊല്ലം ജില്ലയിലെ ചവറയിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ഈ ഒരു സ്ഥാപനം ഒരു ടെസ്റ്റ് നടത്തുന്നുണ്ട്. ആ ടെസ്റ്റിൽ പങ്കെടുത്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ അവസരങ്ങളിലേക്ക് എത്താൻ പറ്റുക. ആ ടെസ്റ്റിൻ്റെയും അതേപോലെ GDയുടെയും ഇന്റർവ്യൂവിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഈ ULCCS 75ഓളം പേരെ റിക്രൂട്ട് ചെയ്യും. അപ്പോൾ ഇതൊരു ഹയർ ട്രെയിൻ ആൻഡ് ഡിപ്ലോയ് പ്രവർത്തനമാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എലിജിബിലിറ്റി കാണാനായിട്ട് സാധിക്കും. ഫൈനൽ ഇയേഴ്സിനും പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കും ഈ അവസരങ്ങളിലേക്ക് എത്താനായിട്ട് കഴിയും. ഇപ്പം BTech തീരാൻ പോകുന്ന 2024 BTech തീരാൻ പോകുന്നവരുണ്ടല്ലോ. പ്രത്യേകിച്ച് BTech, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് 2000 ജൂലൈയിലൊക്കെ തീരാൻ പോകുന്നവരെ അവർക്ക് മിനിമം 60% അല്ലെ 6.5 CGPA 7th സെമസ്റ്റർ വരെ നേടിയിരിക്കണം. അപ്പോൾ അവർക്ക് ബാക്ക്ലോഗ്സ് ഇല്ലാത്തവർക്ക് ഈ ഒരു ടെസ്റ്റിൽ പങ്കെടുക്കാം. അതല്ലെങ്കിൽ ഓൾറെഡി പാസ് ഔട്ട് ആയിട്ടുള്ള, പ്രത്യേകിച്ച് 2023 മിനിമം 60% 6.5 CGPAയിൽ BTech, അത് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ കഴിഞ്ഞവർക്കും ഈ അവസരങ്ങളിലേക്ക് എത്താം. ഏജ് ലിമിറ്റ് 24 വയസ്സ് വരെ ആയിരിക്കും. അപ്പോൾ ഇവർക്ക് ഈ IIIC.ac.in ഈ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റിൽ പോയാൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 600 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. അപ്പോൾ അവിടെ അപ്ലൈ ചെയ്തുകൊണ്ട് ഈ അവസരങ്ങളിലേക്ക് എത്താം. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി നമുക്ക് ബാങ്ക് അവസരം ഒന്ന് പരിശോധിക്കാം.
റിപ്കോ ബാങ്കിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലാണ് 20ഓളം ഒഴിവുകളിലേക്കാണ് ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായം കണക്കാക്കുന്നത് 31/5/2024 ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പം ഓഫീസ് അസിസ്റ്റന്റ് എന്ന തസ്തികയിലേക്കായിരിക്കും. ശമ്പളമൊക്കെ പൊതുവെ കുറവാണ്. 10,000 രൂപ മെട്രോ നഗരങ്ങളിലും നോൺ മെട്രോ നഗരങ്ങളിലും 9,500 രൂപയുമേ ശമ്പളമുള്ളൂ. അപ്പോൾ ഇനിയും ഏജ് SC ST-കാർക്കും OBC-കാർക്കും ഒക്കെ 3 to 5 years റിലാക്സേഷനൊക്കെ ലഭ്യമാവും. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മിനിമം 10ാം ക്ലാസ് ഉള്ളവർക്ക് ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. എന്നാൽ കാൻഡിഡേറ്റ്സ് വിത്ത് ഹയർ ക്വാളിഫിക്കേഷൻ, അതായത് ഗ്രാജുവേറ്റ്സ് അങ്ങനെയൊക്കെ ഉള്ളവരെ അപ്ലൈ ചെയ്യേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു 10ാം ക്ലാസ്സിലോ +2 ഒക്കെ ഉള്ളവർക്ക് ഒരുപക്ഷെ ഈ അവസരങ്ങളിലേക്ക് എത്താനായിട്ട് കഴിയും. ബാങ്കിലെ ഓഫീസ് അസിസ്റ്റന്റ് എന്ന തസ്തികയിലെ അവസരങ്ങളാണിത്. നോക്കുക, ഇതിൻ്റെ സെലക്ഷൻ ഒരു പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും. പരീക്ഷയുടെ ഡേറ്റ് പിന്നാലെ അറിയിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. 10/7 അതായത് ജൂലൈ 10ാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. നിങ്ങൾ പോസ്റ്റലായിട്ട് വേണം അപേക്ഷിക്കുവാനായിട്ട്. അതിനൊരു 500 രൂപ ആപ്ലിക്കേഷൻ ഫീസൊക്കെ ജനറൽ കാറ്റഗറിക്ക് OBC-കാർക്കൊക്കെ ഉണ്ട്. SC ST-കാർക്കൊക്കെ 250 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീ. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട വിധവും ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. 10 ജൂലൈക്ക് മുമ്പായിട്ട് അപേക്ഷിക്കുക. അപേക്ഷിക്കേണ്ട അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. അപ്പം ബാങ്കിലെ ഓഫീസ് അസിസ്റ്റന്റ് എന്ന തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ആണ് സൂചിപ്പിച്ചത്. ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സിനൊക്കെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ കൃത്യമായ കാര്യങ്ങൾ അതാത് കമ്പനികളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പോയി വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്. ഏതായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ jobsbridge.com നമ്മുടെ ജോബ് സൈറ്റാണ്, അത് സന്ദർശിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുണ്ട്. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.